തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി എമ്പുരാൻ. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ തീ. ആദ്യ ദിനം തന്നെ 100 കോടി ഉറപ്പാക്കി ലാൽ പൃഥ്വിരാജ് ടീമിന്റെ ജൈത്രയാത്ര. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ തീ പടർത്തി പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ. ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ എല്ലാവരും തന്നെ ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്. പ്രതീക്ഷകൾക്കൊത്തുള്ള നിലവാരം ഒരിക്കൽ കൂടി പൃഥ്വിരാജ് കാത്തു സൂക്ഷിച്ചതോടെ ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ആദ്യ ദിനം തന്നെ എമ്പുരാൻ 50 കോടി ക്ലബിൽ സ്ഥാനം പിടിച്ചിരുന്നു. മലയാളത്തിൽ ഇന്നുവരെ ഒരു ചിത്രത്തിനും ഇതുവരെ സ്വന്തമാക്കാൻ സാധിക്കാത്ത നേട്ടമാണിത്. ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം കൂടി വന്നതോടെ ആദ്യ വീക്കെൻഡിലെ ഗ്ലോബൽ കളക്ഷൻ 100 കോടി കടക്കുമെന്നാണ് വിലയിരുത്തൽ. വീക്കെൻഡിന് പിന്നാലെ ചെറിയ പെരുന്നാൾ കൂടി വരുന്നതോടെ അടുത്ത ആഴ്ചയിലും തിയേറ്ററുകളിൽ ഈ തിരക്ക് നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം കേരളത്തിൽ മാത്രം 750 സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കേരളത്തിൽ രാവിലെ 6 മണിക്കാണ് ആദ്യ ഷോ ആരംഭിച്ചത്. ഇടവേള സമയത്ത് തന്നെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകർ നടത്തിയത്. പടം കഴിഞ്ഞിറങ്ങിയതോടെ ഈ ആവേശം കൂടുതൽ ശക്തമായി. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അപ്പനായവരും അബ്രഹാം ഖുറേഷി ധൈര്യമായി ടിക്കറ്റ് എടുത്തോളി, തീപ്പൊരി ഐറ്റമാണ് എന്നാണ് ഒരു പ്രേക്ഷകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം മലയാളികൾക്ക് ഇത്തവണ ഓണവും തൃശൂർ പൂരവും ഒരുമിച്ചായിരുന്നുവെന്നാണ് സിനിഫൈൽ എന്ന പ്രമുഖ സിനിമ ആരാധക കൂട്ടായ്മയുടെ അഡ്മിൻ കൂടിയായ ബിജിത് കുറിച്ചത്. മലയാളികൾക്ക് ഇത്തവണ ഓണവും തൃശൂർ പൂരവും ഒരുമിച്ചായിരുന്നു. ആഘോഷം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എമ്പുരാൻ മലയാള സിനിമാ ചരിത്രത്തിന്റെ ഏടുകളിൽ പൃഥ്വിരാജ് സുകുമാരനും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ചേർന്ന് സുവർണ ലിപികളിൽ എഴുതി വെച്ച വിസ്മയമാണ്. ലൂസിഫറിൽ നമ്മൾ കണ്ടതൊക്കെ വെറും ഒരു ടീസർ ആയിരുന്നു. അതിന്റെ 10 ഇരട്ടി രോമാഞ്ചമാണ് എമ്പുരാൻ നൽകുന്നതെന്നാണ് അദ്ദേഹം കുറിച്ചത്. ആളുകളെ പിടിച്ചിരുത്തുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ പകുതിയെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ചിത്രം മികച്ച ദൃശ്യാനുഭവമാണ് നൽകുന്നതെന്നും ചിലർ പ്രതികരിച്ചു. പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ടെന്നും ലാലേട്ടൻ തകർത്തെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു. എമ്പുരാൻ കളക്ഷൻ 1000 കോടി കടക്കുമെന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം. മലയാളത്തിലെ ഹോളിവുഡ് മൂവിയെന്നും ചിലർ എമ്പുരാനെ വിശേഷിപ്പിച്ചു. രോമാഞ്ചമുണ്ടാക്കുന്ന രംഗങ്ങളാണ് സിനിമയിലുള്ളതെന്നും പടം സ്വാഗാണെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ മേക്കിങ്ങിൽ ചിത്രത്തിന് 100ന് മുകളിൽ മാർക്ക് നൽകാമെന്നാണ് മറ്റൊരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടത്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനെ എങ്ങനെയാണ് ഞാൻ അഭിനന്ദിക്കേണ്ടത്? ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒരു മാതൃക തന്നെയാണ് അയാൾ. ലാലേട്ടനിലെ താരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പൃഥ്വിക്ക് നന്നായി അറിയാം. എമ്പുരാൻ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ L3യുടെ റേഞ്ച് എത്രമാത്രം വലുതായിരിക്കും? പടത്തിന്റെ ടെയിൽ എൻഡിൽ അതിനുള്ള സൂചനയും പടം തരുന്നുണ്ട്. ഈ ഒരു നിമിഷം മുതൽ L3ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണെന്നുമാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത്. ഒരു പക്ക ഇന്റർനാഷണൽ സ്റ്റഫ്, തുടക്കം മുതൽ ഒടുക്കം വരെ കത്തിക്കൽ. 3 മണിക്കൂർ ദൈർഘ്യമായിട്ട് പോലും ഒരിടത്ത് പോലും ലാഗ് ആകാണ്ട് വൻ ഹെവി പരിപാടി. സ്ലോ ആയി പറഞ്ഞു പോകുന്ന കഥയാണെങ്കിൽ കൂടെയും അന്യായ മേക്കിങ്ങും മറ്റും എല്ലാം കൊണ്ടും വൻ ഹിറ്റ്. ലാലേട്ടന്റെ ഇൻട്രോ ശരിക്കും കണ്ണു നിറച്ചു. കാരണം അത്ര ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെയൊന്ന് കാണാൻ. എല്ലാം കൊണ്ടും അന്യായ തിയേറ്റർ അനുഭവം തന്നെ. രോമാഞ്ചം കൊള്ളിച്ച പടമെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ഇടുന്നവർ കഥയോ ടെസ്റ്റുകളോ വെളിപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടവരും നിരവധിയാണ്. എമ്പുരാന് റിവ്യൂ പറയുമ്പോൾ ആ പടം കണ്ടിട്ട് മാത്രം പറയുകയെന്നാണ് ജയകുമാർ എന്നയാൾ പറയുന്നത്. ഈ പടം എന്തുകൊണ്ടും മുരളി ഗോപി എന്ന എഴുത്തുകാരന്റെ ചിന്തയിൽ നിന്ന് ഉദിച്ച കാരണത്താൽ നമുക്ക് 100% ക്യാഷ് ഗ്യാരണ്ടി ഉണ്ടാകും. ഇനി പറയാനുള്ളത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാഡ്ജറ്റുകളെ കുറിച്ചാണ്. ഗാഡ്ജറ്റുകളുടെ മികവ് ട്രെയിലറിൽ ഉപയോഗിച്ചിരിക്കുന്ന VFX കുറഞ്ഞ പക്ഷം ഒരു 4K മോണിറ്ററിൽ കണ്ടാൽ തിരിയും. പുതു ഗാഡ്ജറ്റുകൾ ഏതൊക്കെയെന്ന് ഡയറക്ടർ എവിടെയും തിരക്ക് കഴിഞ്ഞ് മെൻഷൻ ചെയ്താൽ ഈ സിനിമ ഒരു അക്കാദമിക് ലെവലായി മാറുകയും പുതുതലമുറ സിനിമാ വിദ്യാർത്ഥികൾ അതൊരു പരീക്ഷണ വിഷയമായി വിലയിരുത്തിയേക്കുമെന്നും അദ്ദേഹം കുറിക്കുന്നു. 4 വർഷത്തെ പ്രയത്നമാണ്. നമ്മൾ ഇതുവരെ കാണാത്ത അത്ര സ്വീകരണമാണിതിന്. നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ തിയേറ്ററിലേക്ക് എത്തിയത്. കവിത തിയേറ്ററിലാണ് ലാലേട്ടനും കുടുംബവും പൃഥ്വിയും കുടുംബവും ചിത്രം കാണാനെത്തിയത്. മരുമകൾ പൂർണിമയ്ക്കും കൊച്ചുമക്കൾക്കുമൊപ്പമാണ് മല്ലിക സുകുമാരൻ വന്നത്. സുചിത്ര പ്രണവിനൊപ്പം എത്തിയപ്പോൾ ആന്റണി പെരുമ്പാവൂരും മേജർ രവിയും കുടുംബത്തിനൊപ്പമാണ് സിനിമ കാണാനെത്തിയത്. നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായിരുന്ന മലയാള സിനിമാ വ്യവസായത്തിന് ലഭിച്ചിരിക്കുന്ന ഉത്തേജക ഔഷധം തന്നെയാണ് എമ്പുരാന്റെ വിജയമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.